ഇന്ന് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതില് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മാക്രോ പ്രോസസ്സേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ മാക്രോ പ്രോസസ്സർ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മാക്രോ എന്താണെന്ന് അറിയാം. ഓക്കെ, സോ എന്താണ് മാക്രോ? മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താണ് നോർമലി ഫങ്ഷൻസ് ഒക്കെ എഴുതൂലേ, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന്റെ പീസ് ഓഫ് കോഡിനെയാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. മാക്രോയും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോനെ കോൾ ചെയ്യുന്ന സമയത്ത് അതായത് ആ പീസ് ഓഫ് കോഡിനെ നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കോൾ ചെയ്യുമ്പോൾ ആ കോളിനെ റീപ്ലേസ് ചെയ്ത് ആ മാക്രോയ്ക്കകത്ത് നമ്മൾ എത്ര തന്നെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും അതിനെ ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യും. അതാണ് മാക്രോ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതിപ്പോ നമുക്കൊരു മെയിൻ പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു മെയിൻ പ്രോഗ്രാം ആണ്. ഇവിടെ നമ്മൾ ഒരു മാക്രോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു മാക്രോ എഴുതിയിട്ടുണ്ട്. ഈ മാക്രോയ്ക്കകത്ത് കുറച്ച് പീസസ് ഓഫ് കോഡ്സ് ഉണ്ട്. സോ ഈ കോഡിനെ നമുക്ക് ഈ പ്രോഗ്രാമിനകത്തേക്ക് വിളിക്കണം. സോ ഇവിടെ മാക്രോ റീഡ് എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് കോഡാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ റീഡിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കുക? ആ മാക്രോയുടെ പേര് വെച്ചിട്ട് വിളിക്കും. സോ അപ്പൊ റീഡ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കോൾ ചെയ്യുമ്പോൾ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഉള്ള ആ മാക്രോയുടെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മാക്രോയുടെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിന് പകരം ഇതിനകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതിനെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതേസമയം നോർമലി നമ്മൾ ഒരു ഫംഗ്ഷൻ ആണ് എഴുതുന്നതെങ്കിൽ ഇത് റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ എവിടെയാണോ റൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് കൺട്രോൾ പാസ് ചെയ്യും. കൺട്രോൾ പാസ് ചെയ്തിട്ട് അതിനകത്തുള്ളതെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ കൺട്രോൾ നേരെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അങ്ങനെയാണ് നോർമലി ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അതേസമയം മാക്രോയുടെ വ്യത്യാസം എന്താണ്? മാക്രോ കോളിലാണ് വ്യത്യാസം വരുന്നത്. മാക്രോ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ മാക്രോ കോൾ എന്നാണ് പറയുന്നത്. ഈ മാക്രോ കോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഈ മാക്രോയുടെ ഡെഫിനിഷൻ അകത്ത് മാക്രോയുടെ ബോഡിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനെയും ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് ഈ മെയിൻ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആയി മാറും. ഓക്കെ, ദെൻ ഈ കംപ്ലീറ്റ് പ്രോഗ്രാമിനെ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ പ്രോഗ്രാം ആണെങ്കിൽ, അതായത് ഫംഗ്ഷന്റെ കേസില് ഫംഗ്ഷനിൽ മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പാസ് ചെയ്യും. അതായത് അവിടെ പോയി അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടുന്ന് നേരെ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് എവിടെയാണോ കോൾ വന്നിട്ട് അതിന് തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ മെയിൻ പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് നോർമലി ഫംഗ്ഷൻ കോൾസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ മാക്രോ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു മാക്രോ ഉണ്ട്. അപ്പൊ മാക്രോയെ നമ്മൾ എന്ത് ചെയ്യണം? മാക്രോ കോഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിനെ ഈ ഒരു ബോഡി ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് മാക്രോ എക്സ്പാൻഷൻ? Macro expansion is the process of replacing the macro body or the instruction in macro definition instead of the macro call. Macro call ne replace ചെയ്ത് മാക്രോയുടെ ഡെഫിനിഷനിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ മാക്രോ എക്സ്പാൻഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മാക്രോ പ്രോസസ്സേഴ്സ്. അസംബ്ലേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോഗ്രാമിനെ ഹൈ ലെവൽ പ്രോഗ്രാമിനെ ലോ ലെവൽ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ മാക്രോ പ്രോസസ്സേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്രോ കോഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ആ മാക്രോ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്രോ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ സീക്വൻസ് ഓഫ് കോഡ് ഉണ്ടോ അതെല്ലാം തന്നെ കൊണ്ടുവന്ന് ഇതിന് പകരം റീപ്ലേസ് ചെയ്യാം. സോ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മാക്രോ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ രണ്ട് അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മാക്രോ എം എൻഡ്. ഈ
രണ്ട് അസംബ്ലർ ഡയറക്റ്റീവ്സിനുള്ളിലായിരിക്കും നമ്മൾ മാക്രോ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാക്രോ എന്നുള്ള ഒരു അസംബ്ലർ ഡയറക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഹിയർ വി ആർ സ്റ്റാർട്ടിംഗ് ഡെഫിനിഷൻ ഫോർ എ മാക്രോ. ഈ മാക്രോയുടെ കൂടെ തന്നെ നമ്മളിവിടെ മാക്രോ റീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീഡ് എന്നുള്ള പേരിൽ ഒരു മാക്രോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ അതിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രോസസ് ആണ് ചെയ്യേണ്ടത് അതെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം എം എൻഡ് കണ്ടു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ആ മാക്രോ എൻഡ് ചെയ്തു. ഓക്കെ, സോ അപ്പം മാക്രോ എം എൻഡ് ഈ രണ്ട് അസംബ്ലർ ഡയറക്റ്റീവ്സിനിടയിൽ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ മാക്രോയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. അതിനുള്ളിൽ കാണുന്നതിനെയാണ് കൊണ്ടുവന്ന് എവിടെ വെക്കുക? ഈ മാക്രോയുടെ കോഡ് വരുന്ന സമയത്ത് അവിടേക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതാണ് മാക്രോ പ്രോസസ്സേഴ്സ് ചെയ്യുന്ന ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഇതൊക്കെ നമുക്കൊരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആണ്. ഇതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി സ്റ്റാർട്ട് 0. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസംബ്ലർ പ്രോഗ്രാമിന്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ടിംഗ് കാണിക്കുന്നു, 0 സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ്. ആ പ്രോഗ്രാമിന്റെ പേര് കോപ്പി എന്നുള്ള രീതിയിൽ വരുന്നു. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മൾ ഇവിടെ രണ്ട് മാക്രോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിങ്ങനെ മനസ്സിലായി. ഈ മാക്രോ എന്നുള്ള അസംബ്ലർ ഡയറക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്കോഡിന്റെ ഭാഗത്ത് മാക്രോ എന്നുള്ള അസംബ്ലർ ഡയറക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ റൈറ്റിംഗ് എ മാക്രോ. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലേബൽ ഫീൽഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും മാക്രോയുടെ കറസ്പോണ്ടിങ് നെയിം എന്ന് പറയുന്നത്. അത് ഓരോ അസംബ്ലേഴ്സിനും ഡിഫറെന്റ് ആയിരിക്കും. പല പല അസംബ്ലേഴ്സിന് പല പല രീതിയാണ്. നമ്മളിപ്പം പഠിക്കുന്നത് ഇതെന്ന് പറയുന്നത് FIC പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, FIC പ്രോഗ്രാമിങ്ങിനകത്ത് ലേബല്, ഓപ്കോഡ്, ദെൻ ഓപ്പറാൻഡ്സ് ആണ് വരുന്നത്. അപ്പൊ ലേബലിൽ വരുന്നതാണ് ഈ മാക്രോയുടെ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ RD ബഫ് ആണ് ഇവിടെ മാക്രോയുടെ നെയിം. ദെൻ ഇത് മാക്രോ എന്നുള്ള അസംബ്ലർ ഡയറക്റ്റീവ് ടു ടെൽ ദ അസംബ്ലർ ദാറ്റ് വി ആർ ഡിഫൈനിങ് എ മാക്രോ. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതാണ് അതിന്റെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ മാക്രോയിലേക്ക് കുറച്ച് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇവിടെ 3 ആർഗ്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ആർഗ്യുമെന്റ്സ് മാക്രോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം ആ മാക്രോയുടെ അകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രക്ചർ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. നിങ്ങൾ ഫുൾ പ്രോഗ്രാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ ഇതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ആ മാക്രോയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യിപ്പിക്കാനുള്ളത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ആ പ്രോഗ്രാമിനകത്ത് തന്നിരിക്കുന്നത് ഒരു ബഫറിനകത്ത് നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാനുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം മാക്രോ എൻഡ് ചെയ്യുന്ന സമയത്ത് മാക്രോ എൻഡ് എന്ന് കാണിക്കാൻ വേണ്ടി എം എൻഡ് എന്നുള്ള ആ അസംബ്ലർ ഡയറക്റ്റീവും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോ ആദ്യത്തെ മാക്രോ കഴിഞ്ഞു. Then അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാക്രോ വന്നു. That means we are defining another macro. So what is the name of this particular macro? Which is WR buff. Okay. So അപ്പോൾ ഇവിടെ നമുക്ക് ലേബൽ ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന പേര് WR buff ആണ്. സോ അതാണ് രണ്ടാമത്തെ മാക്രോയുടെ പേര്. Then അതിനകത്ത് കുറച്ച് 3 ഇതുപോലെ തന്നെ 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. Then അതിനുശേഷം mn കൊടുത്തിട്ടുണ്ട്. That means ending of this particular macro. Okay. അപ്പൊ ഓരോ മാക്രോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിന്റെ എം എൻഡ് വരുന്നത്. അപ്പൊ ഒരു മാക്രോ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോയുടെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എം എൻഡ് കണ്ടു കഴിഞ്ഞാൽ ആ മാക്രോയുടെ ഡെഫിനിഷൻ തീർന്നു. അതാണ് ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട് നമുക്ക്. ആ മെയിൻ പ്രോഗ്രാമിനകത്ത് ഇടയ്ക്ക് എവിടെയോ ഇടയ്ക്കായിട്ട് നമ്മൾ ആ ഒരു മാക്രോ കോൾ ചെയ്തിരിക്കുകയാണ്. കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? RD ബഫ്. ഓക്കെ, ആ മാക്രോയുടെ ഈ മാക്രോ ആണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് RD ബഫ്. ഓക്കെ, ആ മാക്രോയുടെ പേര്. ദെൻ അതിനകത്ത് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനുണ്ടോ ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ വാല്യൂസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ C പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഈ ഓരോരോ പാരാമീറ്ററിലേക്കായിട്ട്
ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ സെയിം എഫക്ട് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ അപ്പൊ ഇവിടെ ഈ F1 എന്നുള്ളത് ഇൻഡെഫ് എന്ന് പറയുന്നത്, ഇൻ ഡിവൈസ് എന്ന് പറയുന്നത് അതിലേക്ക് പോകുന്നു, ബഫർ എന്ന് പറയുന്നത് ബഫർ അഡ്രസ്സിലേക്ക് പോകുന്നു, ലെങ്ത് എന്ന് പറയുന്നത് റെക്കോർഡ് ലെങ്ത്തിലേക്ക് പോകുന്നു. ഓക്കെ, സോ അതെല്ലാം ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് വാല്യൂസ് ആണ്. അതൊന്നും നമ്മളിപ്പം അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് മാക്രോ പ്രോസസർ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ എയിം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മാക്രോയെ കോൾ ചെയ്യുവാണ്. അപ്പോ അസംബ്ലർ ഇത് അസംബിൾ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു RD ബഫ് കാണും അല്ലെ. അപ്പൊ RD ബഫ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് മാക്രോ ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞതാണ് നേരത്തെ തന്നെ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് അതിന്റെ അൽഗോരിതം ഉണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ആ അൽഗോരിതത്തിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മാക്രോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ ഒരു മാക്രോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ദെൻ അതിനകത്ത് പോയി നോക്കും. ഇപ്പൊ ഇവിടെ RD ബഫ് എന്ന് കണ്ടപ്പോ RD ബഫ് എന്ന് പറയുന്നത് ഒരു ഓപ്കോഡ് അല്ല അല്ലെ. ഓപ്കോഡ് അല്ലാത്തതുകൊണ്ട് ഇതെന്താണ്, ഒരു സിമ്പൽ. സോ ആ ഒരു സിമ്പൽ അല്ലെങ്കിൽ ലേബല് നമ്മുടെ സിമ്പൽ ടേബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ നോക്കി ചെല്ലുമ്പോൾ അത് മാക്രോ ആണെന്ന് മനസ്സിലാവും. അപ്പൊ മാക്രോ പ്രോസസറിലേക്ക് കൊടുക്കും. സോ മാക്രോ പ്രോസസർ എന്ത് ചെയ്യും, ആ മാക്രോ പ്രോസസർ ഈ RD ബഫ് എഴുതിയിരിക്കുന്നത് എവിടെയാണോ അവിടുന്ന് പോയിട്ട് ഈ ഇതിനകത്തുള്ള ഇത്രയും സ്റ്റേറ്റ്മെന്റ്സിനെ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യും. സോ ഈ ഇതെന്താണ്, ഇത് മാക്രോയുടെ കോളാണ്. ഈ മാക്രോ കോളിനെ അത് കമന്റ് ആക്കി മാറ്റും. ഈ മാക്രോ കോളിനെ കമന്റ് ആക്കി മാറ്റിയിട്ട് ഇവിടെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കൊണ്ടുവന്ന് ഇവിടേക്ക് റീപ്ലേസ് ചെയ്യും, നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര തവണ RD ബഫ് കോൾ ചെയ്താലും എന്തായിരിക്കും ചെയ്യുക, ഓരോ തവണയും ഇവിടെ എത്ര സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടോ, ഇവിടെ എത്ര ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ടോ അതെല്ലാം തന്നെ അവിടെ ഓരോരോ തവണ റീപ്ലേസ് ചെയ്യപ്പെടും. ഓക്കെ, സോ അപ്പം ഇവിടെ ഇപ്പം WR ബഫിന് പകരം RD ബഫ് തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം, ഇവിടെ ആദ്യം ഈ ഒരു കോളിന് പകരം ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവച്ചു. ദെൻ അതിനുശേഷം ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് ഓൾറെഡി അതിലുണ്ട്. ദെൻ എഗെയിൻ ഈ ഒരു RD ബഫ് കാണുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, ഇവിടെ ഇതേ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവന്ന് ഇവിടെയും റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് മാക്രോയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെയിം പീസ് ഓഫ് കോഡ് തന്നെ പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് കോൾ നടത്തുവാണെങ്കിൽ. അതേസമയം ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പക്ഷെ എക്സിക്യൂഷൻ ഫാസ്റ്റ് മാക്രോയ്ക്കാണ്. ഓക്കെ, മാക്രോയ്ക്ക് എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ്, പക്ഷെ പ്രോഗ്രാം ലെങ്ത് ആയി മാറും. ഓക്കെ, സോ അപ്പം ഇതാണ് ഒരു മാക്രോ പ്രോസസർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വരുന്നത്. അപ്പൊ എത്ര തവണ നമ്മൾ ഒരു പെർട്ടിക്കുലർ മാക്രോയെ കോൾ ചെയ്യുന്നുണ്ടോ അത്രയും തവണ ആ പർട്ടിക്കുലർ മാക്രോയ്ക്ക് അകത്തുള്ള ഡെഫിനിഷൻ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസിനെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിപ്പോ WR ബഫ് ആണെങ്കിൽ ഈ WR ബഫിനകത്ത് എന്താണോ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിരിക്കുന്നത് അതെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു കോളിന് പകരം റീപ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് മാക്രോ പ്രോസസറിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു മാക്രോ എക്സ്പാൻഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് മാക്രോ പ്രോസസർ എന്താണെന്ന് എഴുതണം, ആദ്യം മാക്രോ എന്താണെന്ന് എഴുതണം, ആ മാക്രോയില് മാക്രോ കോള്, മാക്രോ എക്സ്പാൻഷൻ അതൊക്കെ എഴുതണം. ദെൻ അതിന്റെ ബേസിക് ഐഡിയ ആണിത്. അപ്പൊ അത് ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇനി ഇത് അൽഗോരിതമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ മാക്രോ പ്രോസസർ ആൻഡ് ഇറ്റ്സ് അൽഗോരിതം. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമുക്ക് അതിന്റെ അൽഗോരിതവും കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, then bye, thank you.